അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചിക്കൻ ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ ചുക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിനായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ സവാള, വറ്റൽമുളക്, വെളിച്ചെണ്ണ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, മുളകും പൊടി, വേപ്പിൻ്റെ ഇല. ഇതിൽ സവാള നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതാണ് മെയിനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം. നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് ചുക്കക്ക്. അപ്പോൾ നമുക്കത് കായം പറ്റ നോക്കാം. ഞാനിവിടെ പൊടികളൊക്കെ ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഉപ്പ് പാകത്തിന് ഇടാം. ഞാൻ ഇന്ന കണക്കൊന്നുമില്ല, ചിക്കനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഒരു സ്പൂണ് വിനാഗിരി ഇതിൽ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിൽ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കായം പറ്റിയിട്ട് വെക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ ഈ സവാളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അത് ആ മസാലയൊക്കെ ഒന്ന് ഇറച്ചിമ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇവിടെ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൽ വേറെ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സവാളയിൽ ഒഴിച്ചിട്ടുള്ള ആ ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ആവിയിൽ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറേ ഇറച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് പ്രശ്നമില്ല. നന്നായിട്ട് മൊരിഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നന്നായി ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ചുക്ക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.